എന്തായാലും നമ്മുടെ ഇന്നത്തെ നോമ്പ് തറ എന്താവും എന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയില്ല. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കുക ഇതെല്ലാം കൂടി? ഇത്രയും ഫുഡ് കഴിക്കാനുള്ളൊരു വയറില്ല, അതന്നെ സംഭവം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ആണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. മനുഷ്യന് സമാധാനത്തോടു കൂടി ഒന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടുന്ന് എന്തോരം നടക്കാനുണ്ടാവും. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കോഫിയൊക്കെ മസ്റ്റാണല്ലോ അല്ലേ? ഇതെന്താ കട്ട്ലേറ്റാ? ഇത് വെജിറ്റബിളാ? ഇതെന്താ ഇത് പോണ്ടേ? അതൊക്കെ ഒരെണ്ണം തിന്നു കഴിയുമ്പോഴത്തേനും ഇരവിഴിയണോ? തുന് 1-2 കോടി കിട്ടിയപ്പോൾ സമാധാനമായി. ഹലോ, ഇന്ന് റമദാൻ 11 ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോയിട്ട് നോമ്പ് തുറക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. എല്ലാ ദിവസവും വീട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കുറേ പുറത്തു പോയി നോമ്പ് തുറന്നായിരുന്നു കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 3-4 റെസ്റ്റോറൻറ്റിലൊക്കെ പോയായിരുന്നു കഴിഞ്ഞ വർഷം. ഫുള്ളും പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളായിരുന്നു, ഫുള്ള് ബഫേ ഫുഡായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടാണ് അതിന് പോകണോ. കാരണം വെച്ചാൽ ബഫേ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ ഫുഡൊക്കെ ഉണ്ടാവും, കാര്യം ശരിയാണ്. പക്ഷേ നമുക്ക് ഈ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കുക ഇതെല്ലാം കൂടി? ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ സാധാരണ എന്തെങ്കിലുമൊക്കെ വറപൊരിയൊക്കെ തിന്ന് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ഓത്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ലേറ്റായിട്ടാണ് മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുക. റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റൂലല്ലോ. നമ്മൾ വേഗം തന്നെയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണ്ടേ. കാര്യം കുറച്ച് സമയമൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ആ വീട്ടിലിരുന്ന് കഴിക്കണ പോലുള്ള ഒരു ഗ്യാപ്പ് കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് പോകണോ വേണ്ടേന്ന്. ഒരു തീരുമാനത്തിലെത്തിയെന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫുഡുകളൊക്കെ വാങ്ങി പാർസൽ വാങ്ങിയിട്ടേ ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കുക എന്നാണ് നമ്മൾ വിചാരിച്ചേക്കണത്. അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഇവർ ബഫേ ഫുഡാകുമ്പോൾ അവരത് പാർസൽ തരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച്. കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേറെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. അങ്ങനെയായിട്ട് നമ്മുടെ ഉദ്ദേശിച്ചേക്കണത്. കാരണം അത്രയും ഫുഡ് കഴിക്കാനുള്ളൊരു വയറില്ല, അതന്നെ സംഭവം. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിചാരിച്ച് വെച്ചേക്കണത്. അങ്ങനെയൊക്കെ നടപ്പിലാക്കണമെന്ന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെയെങ്കിൽ നമ്മൾ എന്തായാലും ഒരു തവണ അല്ലെങ്കിൽ 1-2 തവണ നമ്മൾ പോവട്ടെ. ഇന്നത്തെ എങ്ങനെയെന്ന് നോക്കട്ടെ. എന്നിട്ട് വേണം നമ്മളിനി അടുത്ത ആഴ്ച ഈ പറഞ്ഞ പോലെ ബഫേ ഫുഡ് വേണോ അഥവാ സാധാരണ പോലെ ഓർഡർ ചെയ്ത് കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ആണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഈ പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത്. നമ്മൾ ഈ താമസിക്കണേൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം ഈ ഒരു നോമ്പ് ടൈം ആകുമ്പോൾ ഫുള്ള് ബൊഫേ ആയിരിക്കും. നോമ്പ് തുറാന്നും പറഞ്ഞുകൊണ്ടേ ഞാൻ കഴിഞ്ഞ തവണ പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഒരുപാട് ഫുഡ് ഉണ്ടാവും കേട്ടോ. നമുക്ക് വയറില്ലാത്ത കുറ്റേ ഉള്ളൂ, ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോൾ 1-2 സ്നാക്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. പിന്നെ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ ആവൂലേ. പിന്നെ നമ്മളപ്പോൾ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പാർസൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ പോയതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിൽ എത്തിയത് ഇങ്ങനെയാണ്. നോക്കാമല്ലേ. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടിയായിട്ട് ചേട്ടൻ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടന്നാണ്. വലിയ കാട്ടൊരു പട്ടിക്കുട്ടി. അപ്പം നമുക്ക് ഇനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. ഇപ്പം നമ്മൾ ഒരു അസറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കണത്. നമുക്ക് നോക്കാം. പട്ടിക്കുട്ടീനായിട്ട് അവിടെ നിൽക്കട്ടെ ചേട്ടൻ. പട്ടിക്കുട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ട്. അവൾക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം. അവരൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവണം. ഇവിടെയൊക്കെ മഞ്ഞൊക്കെ ഈ ഒരു അവസ്ഥയായിട്ടാണ്. ഇന്നിപ്പോൾ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം ഒരു നല്ലൊരു കാലാവസ്ഥയാണ്. 12 ഡിഗ്രിയിലാണ് ഇപ്പോൾ പോണത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. മനുഷ്യന് സമാധാനത്തോടു കൂടി ഒന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. പുറത്തിറങ്ങാനൊക്കെ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കൂലേ. എനിക്ക് തോന്നണം ഇനിയിപ്പോൾ തണുപ്പ് കുറഞ്ഞു വരുമായിരിക്കും. നോക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ നോമ്പ് തറ എന്താവും എന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടമാതിരി റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ നോമ്പ് തുറക്ക്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പാകിസ്ഥാനികളാണ് കൂടുതലും ചെയ്യണത്. അവർ വണ്ടി കയറി അപ്പോൾ
ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. കഴിഞ്ഞ വർഷം പോയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഫുള്ള് ഈ നോമ്പാകുമ്പോൾ ബഫേ ഫുഡാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് പാർസൽ വാങ്ങിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോണത്. കിട്ടുമോ എന്നൊന്നും ഉറപ്പില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ബഫേ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് $30 അടുത്തായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തേലും ഇത്തവണ ഇത്തിരി ക്യാഷ് കൂടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു തവണയെങ്കിലും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മക്കളെ, നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് ഒന്നും കിട്ടിയില്ല. ഇവിടുന്നവർ പറയണത് ഇവിടെ ഇരുന്ന് ബഫേ ഫുഡ് കഴിക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ പാർസൽ തരാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ അവർ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് തന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കണക്കൂട്ടിലൊക്കെ അങ്ങോട്ട് തെറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും കിട്ടിയില്ല. അപ്പോൾ ആകെ നമ്മൾ അവിടെ നിന്ന് മാംഗോ ലസ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതവിടെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അങ്ങനെ അത് 2 കുപ്പി അങ്ങനെ അത് പാർസൽ വാങ്ങി. ഇപ്പം നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ പാർസൽ കിട്ടണ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അത് ഇത്തിരി ദൂരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ നിവൃത്തിയില്ലല്ലോ, പോരാത്തതിന് സമയമാവാറായി. അങ്ങനെ ദേ ഈ കാണുന്ന ഷാലിമാർ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വന്ന് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരമൊന്നുമല്ല, എങ്കിലും മറ്റേ റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ദൂരം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ അത്രയും ദൂരം വരണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ മാളിലിരുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. പിന്നെ വേറെ നമുക്ക് ഈ ഫുഡൊക്കെ പോയിരുന്ന് കഴിക്കാൻ വേറെ അങ്ങനെ ഇടങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളപ്പം മിൽസ് എറ്റ് ജേഴ്സി ഗാർഡൻ എന്ന് പറഞ്ഞ മാളിലാണ് കേട്ടോ വന്നേക്കുന്നത്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ പോയി നോമ്പ് തുറക്കാം. ഫുഡ് കോർട്ടിലായിട്ടാണ് പോകുന്നത്. അവിടെ പോയി ഫുഡൊക്കെ വെച്ചിരുന്ന് കഴിക്കാമല്ലോ. ഭയങ്കര തിരക്കാണ്ട ഈ ഒരു മാളിൽ. ദൂരം വണ്ടികളൊക്കെ നോക്ക് ബാക്കിലൊക്കെ. ഇനി ഇവിടെ എന്തോരം നടക്കാനുണ്ടാവും ഫുഡ് കോർട്ടിലേക്ക്. പോയി നോക്കാം. ആദ്യമായിട്ടാണ് ഈ മാളിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലിലാണ് കേട്ടോ. ഇങ്ങനെ കുറേ വറവരി സാധനങ്ങളൊക്കെ ആയിട്ട് അമേരിക്കയിൽ ഒരു മാളിൽ വന്ന് ഇങ്ങനെ നോമ്പ് തുറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നോക്കിക്കൻ്റെ ഹിഡാമുക്കിനാണ് ഉണ്ടാവുള്ളത്. അപ്പോൾ കോഫി മേടിക്കാമെന്നും പറഞ്ഞ് കയറിയിട്ടുണ്ട്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കോഫിയൊക്കെ മസ്റ്റാണല്ലോ അല്ലേ. ഇപ്പോൾ ഫുഡ് കോർട്ടിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം നമ്മുടെ നാട്ടിലെ പോലത്തെ റെസ്റ്റോറൻറ്റുകളൊന്നും അല്ലല്ലോ ഇവിടെ. അപ്പം അതുകൊണ്ട് വാങ്ങിയില്ലേ, പിന്നെ വാങ്ങിക്കാതാ വാങ്ങിയില്ല കേട്ടോ. നമ്മൾ നേരെ പോവുകയാണ്. ഇവിടെ ഭയങ്കര തിരക്ക്. ഇത് കണ്ട ക്യൂ നിൽക്കണം. അപ്പം അത്രയും നേരം ക്യൂ നിന്ന് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചിലപ്പോൾ നോമ്പ് തുറക്കണ ടൈമാവും. അതുകൊണ്ട് നമുക്ക് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാം. അപ്പോഴത്തേക്ക് ഫ്ലോറൊക്കെ ഫുള്ള് കാർപ്പറ്റാണ് ഇട്ടേക്കുന്നത്. നല്ല തിരക്കുണ്ട്. താഴെയും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഷോപ്പുകളൊക്കെ ഓപ്പൺ. നമ്മൾ ഇത്തിരി നേരത്തെ ഉള്ള മാളിൽ വന്നേക്കണം. ഫുള്ള് ഭയങ്കര വൈബാണ്. പോകുന്ന പോക്കിന് എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ വായി നോക്കിയാണ്ട പോണത്. ഇതേ കണ്ടില്ലേ കുറേ വറപുരികളൊക്കെ ഇരിക്കണം. ഇതൊന്നും നോമ്പുതറ വിഭവങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ അതൊക്കെ ഒരു കൊതി തോന്നുമല്ലോ. ഇത് നോമ്പുതറ വിഭവമാണോ? കാരണം നമ്മുടെ നാട്ടിലെ മാളാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് വേറെ എന്തൊക്കെയോ ടൈപ്പ് പലഹാരങ്ങളൊക്കെയാണ്. അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ വല്ല ജ്യൂസോ അല്ലെങ്കിൽ വല്ല ചായയൊക്കെ കിട്ടുമെന്ന് മാത്രമേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതേ നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നല്ല തിരക്കാണ്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരുമ്പോഴത്തേനും. ഒരുപാട് സീറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിഞ്ഞും കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. അതെന്താണ് റോള് ഇത് നോക്കിക്കണ്ടേ, ബർഗർ പോലത്തെ ഐറ്റം. അതെന്താ ഐറ്റം? അടിപൊളി പലഹാരമുള്ള കൈ മാറ്റിക്ക് കൊള്ളാലോ. അതിൻ്റെ ഉള്ളൊക്കെ എന്താണ്? ഇത് മറ്റേ മട്ടൺ ട്രിപ്പായിരിക്കും. മട്ടൺ ട്രിപ്പ് ഇന്ന് ചരിച്ച് കാണിച്ച എന്താണ്? അയ്യോ, അതെന്താ ഐറ്റം? എന്തൊരു ബോണ്ട പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വാങ്ങിയിട്ടുള്ള വിഭവങ്ങൾ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് നമുക്കൊരു അടിപൊളി സീറ്റ് കിട്ടിയ കാരണം അങ്ങനെ ഇരിക്കണം.
ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് ബർഗർ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഫ്രൈഡ് ചിക്കൻ, അതേ അവിടെ ഗ്രില്ലുണ്ട് കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ചെരിഞ്ഞാണ് ഇരിക്കണത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചായ കോഫിയും കൂടി വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ. കിട്ടുമെന്നറിയില്ല. കിട്ടായിരിക്കൂല. മാളല്ലേ, കിട്ടായിരിക്കൂല. ഇവിടെ നോമ്പ് തുറ ഫുഡുകൾ കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ട് വന്നത്. ഇവിടെ വന്നിട്ട് അവസാനം ഈ ബർഗർ മറ്റേ ഫ്രൈഡ് ചിക്കനൊക്കെയാണ് പിന്നെ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ട് വന്നത്. പക്ഷെ നമ്മൾ വാങ്ങിയ കൂട്ടത്തിന് ഒരു ബർഗർ ഉണ്ട്. അത് പക്ഷേങ്കിൽ അവിടെ ചെന്നപ്പോൾ അവിടെ നോമ്പ് തുറ ഫുഡിൽ പെട്ടൊരു ബർഗർ കണ്ടപ്പോൾ പിള്ളേർക്ക് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ വേറെ എന്താണ് വിശേഷം? നിങ്ങളുടെയൊക്കെ നോമ്പുകൾ എവിടം വരെ ആയി, എങ്ങനെയൊക്കെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ കമൻറ്റിലൂടെ. ഇവിടുത്തെ നോമ്പ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പുറത്തു പോയി നോമ്പ് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫേ ഫുഡുകളാണ് ഇവിടെ കൂടുതലും കിട്ടുക. ഇതേപോലെ നമ്മൾ ഓരോന്ന് ഫുഡ് വാങ്ങി കൊണ്ടുപോയി കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അപൂർവം കടകളിൽ മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ, അന്വേഷിച്ച് കഴിഞ്ഞാൽ നോക്കണം. എന്തായാലും ഈ വർഷത്തെ ഫസ്റ്റ് പുറത്ത് വന്നിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബഫേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം. അങ്ങനെ ദേ നമുക്ക് ചായയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് പോരാട്ടോ. നമ്മുടെ ആ ഒരു ഒരു പതപ്പിച്ചൊരു ചായ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ എന്തായാലും ഇതിന് കിട്ടില്ല. എന്തായാലും അതെങ്കിലും കിട്ടിയല്ല, ആ ഒരു സമാധാനത്തിലാണ്. ചിലവർക്ക് ചായ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കണത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണല്ലേ. ഇതെന്താ കട്ട്ലേറ്റാ? ഇത് വെജിറ്റബിളാ? ഇതൊക്കെ ഭയങ്കര ഹെവിയാ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഒരെണ്ണം തിന്നു കഴിയുമ്പോഴത്തേനും ഇരവിഴിയണോ. നമ്മളിപ്പോൾ ഫുഡ് അടിയൊക്കെ ഒരു വിധം ഒക്കെ ഫിനിഷ് ചെയ്തിട്ടാ. ആ ഒരു ബോണ്ട പോലത്തെ ഒരു സാധനം, പിന്നെ വേറൊരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സാധനമൊക്കെയാണ് ബാക്കി വന്നത്. അപ്പോൾ അവർ കോക്ക് വാങ്ങിക്കാൻ പോയിക്കോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് നല്ല എന്താ പറയുക, റിലാക്സ് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. എന്താ വലിയ ഒരു ബഹളങ്ങളൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കണ എല്ലാവരും. നോമ്പ് തുറക്കാൻ വന്നേക്കണവരൊന്നും അങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട്, കാണാൻ പറ്റണമല്ലോ. അവിടെയൊക്കെ ഉണ്ടെന്നാണ് അറ്റത്തൊക്കെ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെയും ഉണ്ട് കേട്ടോ ഒരുപാട് ഫുഡുകൾ. വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാമായിരുന്നു. എന്തായാലും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് പറ്റിയ നോമ്പ് തുറ ഫുഡുകളൊക്കെ ഉണ്ടോന്നേ. ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ബർഗറൊക്കെയാണ്. ഞാനും ബർഗർ കഴിച്ചത്, നല്ല രസമുണ്ടായിരുന്നു ബർഗർ. നോമ്പ് തുറന്ന് എങ്ങനെ ബർഗർ കഴിക്കും എന്നൊക്കെ ആദ്യമൊക്കെ ചിന്തിച്ച്, പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ വറപുരി ഉണ്ടായില്ല. ജ്യൂസ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ലസ്സിയാണല്ലോ വാങ്ങിയത്. അപ്പോൾ കാരണം അവർ എന്തൊക്കെയോ വേറെ ജ്യൂസാക്കി കോക്ക എന്തൊക്കെയോ മേടിക്കണമെന്നും പറഞ്ഞ് പിള്ളേരൊക്കെ കൂടി അങ്ങോട്ട് പോയി. ബാക്കിലൊരു കടയുണ്ട് ഉണ്ടോ, അങ്ങടെ പോയേക്കണം. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കാം. എനിക്ക് ലസ്സി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മാംഗോ ലസ്സി. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ ഈ ലസ്സിയാണ് കുടിക്കണത്. ചായ എന്തൊക്കെ മേടിച്ചേ? ലൈസാ? ഓ, നന്നായിട്ട് തോന്നി ലൈസ് വാങ്ങി.
ലൈസും വാങ്ങിക്കൊണ്ടുവന്നേക്കണം. നമ്മളങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളവിടെ നിന്ന് എണീറ്റ്. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് പിന്നെ ഒരു തുണിക്കട കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജാക്കറ്റ് മേടിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം എന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കാനുണ്ടാവും. അങ്ങനെയാണല്ലോ അല്ലേ. ഇതിപ്പോൾ ഒരു റിലയൻസ് മാക്സ് ഒക്കെ പോലത്തെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ വന്നേക്കണത്. പാത്തുവിന് എന്താ വേണ്ടേ? എന്തെങ്കിലും വേണോ അല്ലേ? കടയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്തുവിന് വേണോ? നമുക്ക് നോക്കാം. അത് ആദ്യം ജാക്കറ്റ് നോക്കട്ടെ. അങ്ങനെ ജാക്കറ്റ് നോക്കുന്ന ഒരു ചടങ്ങാണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാത്തുവിനാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനാണ് എന്താ വേണ്ടതെന്ന്. നമ്മൾ അവിടെ നിന്ന് ഒരു ബാഗ് വാങ്ങിയതേ. പാത്തുവിന് 2 പാൻറ് ഒക്കെ വാങ്ങിക്കണേണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതാരണം 1-2 ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. കൂടുതലൊന്നും വാങ്ങിയില്ല കേട്ടോ. 1-2 ഐറ്റംസുകൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങി. അങ്ങനെ അതേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ പോലെ അല്ല, അല്ലെങ്കിൽ രാത്രിയാവും തോറും ഇങ്ങനെ തണുപ്പ് കൂടി വരുമല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. എന്തായാലും പതുക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്കിനി ബിരിയാണിയും കൂടി വാങ്ങിക്കാണ്ടിട്ട് ഇനി അത്താഴത്തിന് കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. ഇനി പോയി ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പോൾ ബിരിയാണി നമ്മളങ്ങനെ പാർസൽ വാങ്ങി അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങി മാളിൽ വന്നിരുന്ന് നോമ്പ് തുറക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ മാളിൽ തന്നെ ഇഷ്ടംമാതിരി ഫുഡുകളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. നമ്മൾ അങ്ങനത്തെ വറപൊരികൾ കിട്ടില്ല, അങ്ങനത്തെ ഫുഡുകളോ ഒന്നും കിട്ടില്ല. സാധാ ഫുഡുകളൊക്കെ ഇഷ്ടംമാതിരി കിട്ടും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കൺഫ്യൂഷനാണ്. എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ലല്ലോ. അവസാനം ഇവിടെ വന്നിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നുപോലെ. ഓരോ വീഡിയോക്കും പ്രത്യേകിച്ച് പറയണം ലൈക്ക് കൊടുക്കാനായിട്ട്. എല്ലാവരും മറന്നു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അമേരിക്കയിലെ നോമ്പിൻ്റെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഫുഡും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. Fra